നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പുതുവർഷത്തിലെ യുകെയിൽ രോഗികളുടെ എണ്ണത്തിൽ കുതിച്ചുകയറ്റം. കനത്ത പ്രതിസന്ധിയിൽ NHS ജീവനക്കാർക്കെതിരായ അതിക്രമങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിനിടെ വർദ്ധിച്ചത് 20%. നിലവിലെ രോഗികളുടെ സ്ഥിതി ആശങ്കാജനകം. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ രൂപീകരിച്ച പരിഷ്കരണങ്ങൾ പാളി. യുകെയിൽ ചെറുബോട്ടുകളിൽ കഴിഞ്ഞ വർഷം ചാനൽ കടന്നെത്തിയത് 41,000 പേർ. 2022 റെക്കോർഡായ 45,774 ശേഷം രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന കണക്ക്. 2024 അപേക്ഷിച്ച് 13% വർധനയുണ്ടായെങ്കിലും കഴിഞ്ഞ 2 മാസങ്ങളിൽ കടന്നു വന്നവരുടെ എണ്ണത്തിൽ കുറവ്. കാനഡയിൽ വർക്ക് പെർമിറ്റുകൾ കാലഹരണപ്പെടും. 2025 അവസാനത്തോടെ ഏകദേശം 10.53 ലക്ഷം വർക്ക് പെർമിറ്റുകളും 2026 9.27 ലക്ഷം പെർമിറ്റുകളും കാലഹരണപ്പെടും. സർക്കാരിന്റെ നയമാറ്റത്തിൽ വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഇമിഗ്രേഷൻ കൺസൾട്ടന്റുമാർ. താൽക്കാലിക തൊഴിലാളികൾക്കും അന്തർദേശീയ വിദ്യാർത്ഥികൾക്കും വലിയ വെല്ലുവിളി. അമേരിക്കൻ ഗ്രീൻ കാർഡിന് കടമ്പകളേറെ. ഇരുട്ടടിയായി പുതിയ മാറ്റം. ഗ്രീൻ കാർഡ് അപേക്ഷകർക്കുള്ള വർക്ക് പെർമിറ്റ് കാലാവധി 18 മാസമായി വെട്ടിക്കുറയ്ക്കും. അമേരിക്കൻ ഗ്രീൻ കാർഡ് ആഗ്രഹിക്കുന്നവർ കേവലം വിവാഹ രേഖകൾക്ക് പകരം തങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്ന് തെളിയിക്കുന്ന തെളിവുകൾ കൂടി ഹാജരാക്കണം. ജയിലിൽ ഭീകരാക്രമണ ഗൂഢാലോചന കേസിൽ തടിയന്റെ നസീർ ഉൾപ്പെടെ 3 പേർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം നൽകി. ജയിലിൽ മൊബൈൽ ഫോൺ എത്തിച്ച സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, ഒളിവിലുള്ള പ്രതി ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത്. തടിയന്റെ നസീറിന് ജയിലിൽ സാമ്പത്തിക സഹായം നൽകിയത് അനീസ് ഫാത്തിമയാണ് എന്ന് NIA. പാകിസ്ഥാനെ മോശം അയൽക്കാരനെന്ന് വിശേഷിപ്പിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ പ്രതിരോധം തീർക്കുമെന്നും തങ്ങളുടെ സുരക്ഷയും ദേശീയ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യമന്ത്രി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിർത്തിവെച്ച പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടിയുടെ ഗുണം പാകിസ്ഥാൻ ഉടൻ ലഭിക്കില്ല. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ ആന്റണി രാജു തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞത് 19 വർഷങ്ങൾക്ക് ശേഷം. വാർത്തകൾ വിശദമായി. ഇംഗ്ലണ്ടിലെ NHS ജീവനക്കാർക്കെതിരായ അതിക്രമങ്ങൾ ആശങ്കാജനകമായി ഉയരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ജീവനക്കാർക്കെതിരായ ആക്രമണങ്ങളും ഭീഷണികളും 20% വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഡാറ്റ പ്രകാരം 2022 നിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 2024 15,000-ലേറെ കേസുകൾ അധികമായി റിപ്പോർട്ട് ചെയ്തു. ഒരു മെഡിക്കൽ ട്രസ്റ്റിൽ മാത്രം 8,000-ലേറെ അതിക്രമങ്ങളും ഭീഷണികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മേഴ്സിസൈഡിലെ ന്യൂട്ടൺ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരെയും രോഗികളെയും ആക്രമിച്ച അഫ്ഗാൻ പൗരൻ അറസ്റ്റിലായ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. മാർച്ചിൽ NHS ഇംഗ്ലണ്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 1/7 ജീവനക്കാർ രോഗികളുടെയും ബന്ധുക്കളുടെയും ഭാഗത്ത് നിന്ന് അതിക്രമങ്ങൾക്ക് ഇരയാകുന്നതായി സമ്മതിച്ചിരുന്നു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിലെ NHS അതീവ സമ്മർദ്ദത്തിലാണ് എന്ന് ആരോഗ്യ മേധാവികൾ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്ത് തണുപ്പിനുള്ള ഹെൽത്ത് അലേർട്ടുകൾ പുറപ്പെടുവിച്ചതോടെ രോഗികളുടെ എണ്ണം കുതിച്ചുയരുമെന്ന ആശങ്ക ശക്തമാണ്. ഫ്ലൂ ബാധിച്ച രോഗികളുടെ എണ്ണം ഇപ്പോൾ കുറയുന്നുണ്ടെങ്കിലും താപനില താഴ്ന്നതോടെ ആശുപത്രികൾ അപകടകരമായ സമ്മർദ്ദത്തിലാണ് എന്ന് അധികൃതർ പറയുന്നു. ഡിസംബർ 21 അവസാനിച്ച ആഴ്ചയിൽ ശരാശരി 3061 ഫ്ലൂ രോഗികളാണ് ഓരോ ദിവസവും ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അതേസമയം 95% ബെഡുകളും നിറഞ്ഞു കിടക്കുന്നതിനാൽ ആശുപത്രികൾ പ്രവർത്തന സമ്മർദ്ദം നേരിടുകയാണ്. UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥ മൂലമുള്ള ആംബർ ഹെൽത്ത് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത ചൊവ്വാഴ്ച വരെ ഇംഗ്ലണ്ടിലെ എല്ലാ മേഖലകളിലും ഇതിന് പ്രാബല്യമുണ്ടാകും. മുൻപ് നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിൽ മാത്രമായിരുന്നു ആംബർ അലേർട്ട്. എന്നാൽ ആരോഗ്യവും സോഷ്യൽ കെയർ സേവനങ്ങളും ഗുരുതരമായ പ്രത്യാഘാതം നേരിടുമെന്ന് വ്യക്തമാകുന്നതോടെയാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ചെറുബോട്ടുകളിൽ ചാനൽ കടന്ന് UK-യിൽ എത്തിയവരുടെ എണ്ണം 41,000 കടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 2025 മാത്രം 41,472 പേരാണ് ഈ അപകടകരമായ യാത്ര നടത്തിയതെന്ന് സർക്കാർ വ്യക്തമാക്കി. 2022 റെക്കോർഡായ 45,774 ശേഷം രണ്ടാമത്തെ ഉയർന്ന കണക്കാണിത്. 2024 അപേക്ഷിച്ച് 13% വർധനയുണ്ടായെങ്കിലും കഴിഞ്ഞ 2 മാസങ്ങളിൽ കടന്നു വരുന്നവരുടെ എണ്ണം കുറവായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സ്ഥിതി ലജ്ജാകരമാണ് എന്ന് ഹോം ഓഫീസ് പുറത്തുവന്ന കണക്കുകളോട് പ്രതികരിച്ചു. അധികാരത്തിലെത്തുമ്പോൾ മനുഷ്യക്കടത്ത് സംഘങ്ങളെ പൂർണ്ണമായും തകർക്കുമെന്ന വാഗ്ദാനവുമായി രംഗത്തെത്തിയ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഫ്രാൻസുമായി 1 in 1 1 out തിരിച്ചയക്കൽ കരാറുകൾ നടപ്പാക്കിയിരുന്നു.
ഇതിന്റെ ഭാഗമായി അനധികൃതമായി എത്തിയവരെ തിരിച്ചയക്കുകയും കഴിഞ്ഞ വർഷം ഏകദേശം 50,000 പേരെ രാജ്യത്ത് നിന്ന് നീക്കിയതായും സർക്കാർ അവകാശപ്പെട്ടു. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ പതിറ്റാണ്ടുകളിൽ ഏറ്റവും വലിയ പരിഷ്കരണങ്ങളാണ് നടപ്പാക്കുന്നതെന്നും പുതിയ ബോർഡർ സെക്യൂരിറ്റി, അസൈലം ആൻഡ് ഇമിഗ്രേഷൻ നിയമം വഴി മനുഷ്യക്കടത്ത് സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. അതേസമയം സ്റ്റാർമറിന്റെ പദ്ധതികൾ പൂർണ്ണ പരാജയവും നാടകവുമാണ് എന്ന് റിഫോം യുകെ നേതാവ് നൈജൽ ഫാരേജ് വിമർശിച്ചു. യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിൽ നിന്ന് പിന്മാറാതെ ചെറുബോട്ട് യാത്രകൾ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കൺസർവേറ്റീവുകൾ ഉയർത്തുന്നത്. എന്നാൽ അഭയാർത്ഥി കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാർ സമീപനം ചോദ്യം ചെയ്തു. യുദ്ധവും അടിച്ചമർത്തലും അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് രക്ഷ തേടിയാണ് പലരും ഈ യാത്രയ്ക്ക് ഇറങ്ങുന്നതെന്നും അഭയാർത്ഥികളെ ശിക്ഷിക്കുന്ന നയങ്ങൾ ഫലപ്രദമല്ല എന്നും അവർ മുന്നറിയിപ്പ് നൽകി. കാനഡയിൽ 2025-26 കാലയളവിൽ വർക്ക് പെർമിറ്റുകൾ കാലഹരണപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ നിയമപരമായ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്താമെന്ന് മുന്നറിയിപ്പ്. ഇതിൽ ഏറ്റവും വലിയ ആഘാതം നേരിടാൻ പോകുന്നത് ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ കണക്കുകൾ ഉദ്ധരിച്ച് ഇമിഗ്രേഷൻ കൺസൾട്ടന്റുമാർ പറയുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസിനോട് സംസാരിച്ച മിസിസാഗയിലെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് കൺസർ സേവറിന്റെ വിലയിരുത്തൽ പ്രകാരം 2025 അവസാനത്തോടെ ഏകദേശം 10.53 ലക്ഷം വർക്ക് പെർമിറ്റുകളും 2026 കൂടി 9.27 ലക്ഷം പെർമിറ്റുകളും കാലഹരണപ്പെടും. പുതിയ വിസ വഴികളിലേക്കോ സ്ഥിരതാമസത്തിലേക്കോ മാറാൻ കഴിയാതെ വന്നാൽ ഇവരുടെ നിയമപരമായ സ്റ്റാറ്റസ് നഷ്ടപ്പെടും. സർക്കാരിന്റെ നയമാറ്റങ്ങളും സ്ഥിരതാമസത്തിലേക്കുള്ള കർശനമായ മാനദണ്ഡങ്ങളും താൽക്കാലിക തൊഴിലാളികൾക്കും അന്തർദേശീയ വിദ്യാർത്ഥികൾക്കും വലിയ വെല്ലുവിളിയായി മാറിയതായി സേഹർ ചൂണ്ടിക്കാട്ടി. വലിയ തോതിൽ താൽക്കാലിക താമസക്കാർ നിലവിലുള്ളതിനിടയിൽ പ്രോസസിംഗ് വൈകല്യങ്ങളും കുടിയേറ്റ സംവിധാനത്തിലെ സമ്മർദ്ദവും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. 2026 ആദ്യ 3 മാസങ്ങൾ നിർണായകമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഈ കാലയളവിൽ മാത്രം ഏകദേശം 3.15 ലക്ഷം പെർമിറ്റുകൾ കാലഹരണപ്പെടുമെന്നാണ് കണക്ക്. 2025 അവസാന പാദത്തിൽ തന്നെ 2.91 ലക്ഷം പെർമിറ്റുകൾ കാലഹരണപ്പെട്ടിരുന്നു. ഈ പ്രവണത തുടർന്നാൽ 2026 മധ്യത്തോടെ കാനഡയിൽ നിയമപരമായ രേഖകളില്ലാതെ കഴിയുന്നവരുടെ എണ്ണം 20 ലക്ഷം വരെ ഉയരാമെന്നും ഇതിൽ പകുതിയിലധികവും ഇന്ത്യൻ പൗരന്മാരായിരിക്കുമെന്നാണ് സൈറന്റെ വിലയിരുത്തൽ. ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ ബ്രാംപ്ടൺ, കാലർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതിനകം തന്നെ സാമൂഹ്യ സമ്മർദ്ദത്തിന്റെ സൂചനകൾ കാണപ്പെടുന്നുണ്ട് എന്ന് സ്രൈഹ് ആരോപിക്കുന്നു. രേഖകളില്ലാത്തവർ വനപ്രദേശങ്ങളിൽ ടെന്റ് ക്യാമ്പുകളിലായി കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ മുന്നറിയിപ്പ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാനഡയിലെ താൽക്കാലിക തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗം പേരും ഇന്ത്യൻ പൗരന്മാരാണ് എന്നതാണ് ഈ പ്രതിസന്ധിയെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത്. വർക്ക് പെർമിറ്റ് കാലഹരണപ്പെടൽ, സ്ഥിരതാമസത്തിലേക്കുള്ള കടുപ്പമുള്ള മാറ്റങ്ങൾ, ഭരണപരമായ വൈകല്യങ്ങൾ ഇവ ചേർന്നാൽ നിയമപരവും സാമൂഹികവുമായ ഗ്രേ സോൺ അവസ്ഥയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ തള്ളപ്പെടാനുള്ള സാധ്യതയാണ് ഉയരുന്നതെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുകെയിൽ പുതുവർഷം ഒരാഴ്ചയോളം കടുപ്പമേറിയ ആർട്ടിക് ഫ്രീസ് തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. പകൽ സമയത്ത് പോലും താപനില 0°C മുകളിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നാണ് പ്രവചനം. 2026 തുടക്കം തന്നെ തണുപ്പിച്ചുകൊണ്ടായിരുന്നു. ഇത് തുടരുകയാണ്. ബുധനാഴ്ച രാത്രി അംബർഡിഷെയറിൽ താപനില -10°C വരെ താഴ്ന്നു. നോർത്ത് മേഖലകളിൽ നിന്നുള്ള തണുത്തുറഞ്ഞ കാറ്റ് കൂടി ചേരുമ്പോൾ തണുപ്പ് അധികരിക്കുകയാണ്. രാജ്യത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾക്കായി മെറ്റ് ഓഫീസ് ഇപ്പോൾ മഞ്ഞിനും ഐസിനുമുള്ള കൂടുതൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആർട്ടിക് കാറ്റ് യുകെയിലെ ഭൂരിഭാഗം മേഖലകളിലും എത്തിയതോടെ വീക്കെൻഡിലേക്കും തണുപ്പ് കാലാവസ്ഥ നീളുമെന്ന് മെറ്റ് പറയുന്നു. ആളുകൾ ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും ശ്രദ്ധിച്ച് മുൻകൂറായി ഒരുങ്ങിയിരിക്കണമെന്ന് മെറ്റ് ഓഫീസ് ആവശ്യപ്പെടുന്നു. ഇംഗ്ലണ്ടിന് പുറമെ സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ ശനിയാഴ്ച മഞ്ഞിനും ഐസിനും മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, യോർക്ക്ഷയർ, ഹാംബർ, നോർത്ത് ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഇത് കവർ ചെയ്യും. ഇൻവേർനെസ്റ്റ്, മോറെ, അംബറിഷെയർ എന്നിവിടങ്ങളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയ്ക്കുള്ള ആംബർ മുന്നറിയിപ്പാണ് ഉള്ളത്. ഉയർന്ന പ്രദേശങ്ങളിൽ 40 സെന്റിമീറ്റർ വരെ മഞ്ഞ് പെയ്യുന്നതിനാൽ വാഹനങ്ങൾ മഞ്ഞിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. തണുപ്പ് കാലാവസ്ഥ ഹെൽത്ത് അലേർട്ട് ഇംഗ്ലണ്ടിൽ ആംബറിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് യുകെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. ലണ്ടനിൽ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കാറിന്റെ ബൂട്ടിൽ ഒളിപ്പിച്ച യുവാവ് ഇന്ത്യയിൽ പുതിയ ജീവിതം തുടങ്ങിയതായി റിപ്പോർട്ട്. 24-കാരനായ പങ്കജ് ലാംബയാണ് മുൻ കാമുകി മധു പാണ്ഡയുമൊത്ത് ജീവിക്കാൻ ഭാര്യ ഹർഷിത ബ്രെല്ലയെ കൊല്ലപ്പെടുത്തിയത്. കഴിഞ്ഞ നവംബർ 10-ന് നോർത്താംപ്ടൺ കോർബിയയിലെ വീട്ടിൽ വെച്ച് ബ്രെല്ലയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കാറിന്റെ ബൂട്ടിൽ ഒളിപ്പിച്ച് പിറ്റേന്ന് ഇൻഫോർഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അടുത്ത ദിവസം ലാംബ മുംബൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ കയറി. പിന്നീട് ഡൽഹിയിലെത്തി സ്വന്തം നാടായ ഗുഡ്ഗാവിലേക്ക് പോയി. അവിടെ മുൻ കാമുകിയെയും 11 വയസ്സുള്ള മകളെയും കണ്ടെത്തി. വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്പായിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ലാംബയും മധുപാണ്ഡയും പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്തത്. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിച്ചിരുന്ന മധുവിനൊപ്പമാണ് പിന്നീട് ഇയാൾ ബന്ധം തുടർന്നത്. 2023-ൽ ഹർഷിത ബ്രെല്ലയെ വിവാഹം കഴിച്ചെങ്കിലും ബന്ധം വഷളാവുകയായിരുന്നു. ബ്രെല്ലയുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ച് കാമുകിയുടെ ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും പോലീസ് സംശയിക്കുന്നു.
കൊല്ലപ്പെടുന്നതിന് 2 മാസം മുൻപ് ഹർഷിത ഭർത്താവിനെതിരെ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു. തന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ നിയന്ത്രണം ഭർത്താവ് നിർബന്ധപൂർവ്വം ഏറ്റെടുത്തതായും പരാതിയിൽ അന്ന് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ പൗരത്വത്തിലേക്കുള്ള എളുപ്പവഴിയായി ഗ്രീൻ കാർഡിനെ കാണുന്നവർക്ക് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. US പൗരനെ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് മാത്രം ഇനി ഗ്രീൻ കാർഡ് ഉറപ്പാക്കാൻ കഴിയില്ല എന്ന് പ്രമുഖ അമേരിക്കൻ ഇമിഗ്രേഷൻ അറ്റോർണി ബ്രാഡ് വെയിൻസ്റ്റീൻ മുന്നറിയിപ്പ് നൽകുന്നു. വിവാഹം നിയമപരമാണോ എന്ന് നോക്കുന്നതിലുപരി ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടോ എന്നതിനാണ് നിലവിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രാധാന്യം നൽകുന്നത്. 30 വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള ബ്രാഡ് വെയിൻസ്റ്റീന്റെ അഭിപ്രായത്തിൽ കേവലം പ്രണയത്തിലോ വിവാഹിതരോ ആയതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഗ്രീൻ കാർഡിന് അർഹത ലഭിക്കില്ല. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഗ്രീൻ കാർഡ് ലഭിക്കൂ. ജോലി ആവശ്യങ്ങൾക്കോ പഠനത്തിനോ വേണ്ടിയാണ് മാറി താമസിക്കുന്നതെന്ന് പറഞ്ഞാലും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയിലെ പുതിയ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഗ്രീൻ കാർഡ് അപേക്ഷകളിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. വിവാഹം കേവലം ഗ്രീൻ കാർഡ് ലക്ഷ്യമിട്ടുള്ളതാണോ അതോ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാൻ കർശനമായ മാനദണ്ഡങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരിട്ടുള്ള പരിശോധന വഴി ദമ്പതികൾ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തിയേക്കാം. അഡ്രസ് രേഖകൾ മാത്രമല്ല, ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും ഉദ്യോഗസ്ഥർ വിലയിരുത്തും. മാറി താമസിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അപേക്ഷ നിരസിക്കപ്പെടാനും വിവാഹ തട്ടിപ്പ് അന്വേഷണങ്ങൾ നേരിടാനും സാധ്യതയുണ്ട്. അടുത്തിടെ അമേരിക്കയിൽ ഉണ്ടായ ചില ആക്രമണ സംഭവങ്ങളിൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പങ്കുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് കൺസേൺ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കാൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. കൂടാതെ ഗ്രീൻ കാർഡ് അപേക്ഷകർക്കുള്ള വർക്ക് പെർമിറ്റ് കാലാവധി 18 മാസമായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ അമേരിക്കൻ ഗ്രീൻ കാർഡ് ആഗ്രഹിക്കുന്നവർ കേവലം വിവാഹ രേഖകൾക്ക് പകരം തങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് തെളിയിക്കുന്ന ശക്തമായ തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. അമേരിക്കയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നതിന് ഇനി അധിക നികുതി. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അവതരിപ്പിച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം 2026 ജനുവരി 1 മുതൽ US താമസിക്കുന്ന കുടിയേറ്റക്കാർ അയക്കുന്ന പണത്തിന് 1% റെമിറ്റൻസ് ടാക്സ് ഈടാക്കും. എക്സൈസ് ടാക്സ് ഓൺ റെമിറ്റൻസ് ട്രാൻസ്ഫർ എന്ന പേരിലാണ് ഈ നികുതി US ട്രഷറിക്കായി പിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 5% നികുതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും പിന്നീട് അത് 3.5% കുറച്ചു. സെനറ്റിന്റെ അന്തിമ അംഗീകാരത്തിന് മുൻപ് ഇത് 1% ചുരുക്കുകയായിരുന്നു. ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള US റെമിറ്റൻസുകൾക്കാണ് പുതിയ നികുതി ബാധകമാകുന്നത്. അതേസമയം ബാങ്ക് അക്കൗണ്ടുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ ഉപയോഗിച്ചുള്ള പണമിടപാടുകൾക്ക് നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. പകരം ക്യാഷ്, മണി ഓർഡർ, ക്യാഷ്യർ ചെക്ക് എന്നിവയിലൂടെ നടത്തുന്ന പണമയക്കലുകൾക്കാണ് 1% നികുതി ബാധകമാകുക. US പൗരന്മാരോ ദേശീയരോ ആയ ആളുകളുടെ ക്വാളിഫൈഡ് റെമിറ്റൻസ് ട്രാൻസ്ഫർ പ്രൊവൈഡർ വഴി പണമയച്ചാൽ നികുതി ഒഴിവാകും. പുതിയ നിയമപ്രകാരം 2026 മുതൽ റെമിറ്റൻസ് ട്രാൻസ്ഫർ സേവനദാതാക്കൾ തന്നെ നികുതി ശേഖരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കണം. അമേരിക്കയിൽ താമസിക്കുന്ന NRIകൾ, ഗ്രീൻ കാർഡ് ഉടമകൾ, വിദേശ വിദ്യാർത്ഥികൾ, H1B അടക്കമുള്ള വിദേശ തൊഴിലാളികൾ എന്നിവരെയാണ് നികുതി ഏറ്റവും കൂടുതൽ ബാധിക്കുക. എന്നാൽ നികുതി മുക്ത മാർഗങ്ങൾ ഉപയോഗിച്ചാൽ അധിക ചെലവ് ഒഴിവാക്കാനാകും. ലോകത്ത് US റെമിറ്റൻസ് ഏറ്റവും കൂടുതൽ എത്തുന്ന രാജ്യങ്ങളായ ഇന്ത്യ, മെക്സിക്കോ, ചൈന, ഫിലിപ്പീൻസ് എന്നിവയ്ക്കാണ് ഈ നികുതി വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുക. 2024 ഇന്ത്യയിലേക്ക് മാത്രം ഏകദേശം $129 ബില്യൺ റെമിറ്റൻസ് എത്തിയതായാണ് കണക്ക്. ഇന്ത്യയുടെ മൊത്തം റെമിറ്റൻസിൽ USന്റെ പങ്ക് 27.7% ഉയർന്ന് ഏകദേശം $33 ബില്യൺ എത്തിയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നോർത്ത് കാരോലൈനയിൽ കൂട്ടക്കൊലപാതകം നടത്താൻ പദ്ധതിയിട്ട് പിടിയിലായ യുവാവ് 3 വർഷം മുൻപേ FBI നോട്ടപ്പുള്ളി. പിടിയിലായ 18-കാരൻ ക്രിസ്ത്യൻ സ്റ്റഡ്ബാൻഡിനെയാണ് IS അനുകൂല നടപടികളുടെ പേരിൽ FBI നിരീക്ഷിച്ചിരുന്നത്. 15-ാം വയസ്സ് മുതൽ ഇയാൾ FBI നിരീക്ഷണത്തിലായിരുന്നു. യൂറോപ്പിലെ ഒരു IS അംഗത്തെ യുവാവ് ബന്ധപ്പെട്ടിരുന്നു എന്നതും കറുത്ത വസ്ത്രം ധരിച്ചു കത്തിയുമായ അയൽക്കാരനെ ആക്രമിക്കാൻ ഇയാൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നതായാണ് വിവരം. ക്രിസ്ത്യൻ സ്റ്റഡ്ബാൻഡിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ FBI ഏജന്റുമാർ ന്യൂയോർക്ക് ചക്ക് 2026 എന്ന പേരിലുള്ള കൈയെഴുത്തു രേഖ കണ്ടെത്തിയിരുന്നു. 20 പേരെ വരെ കുത്തിക്കൊലപ്പെടുത്താനുള്ള പദ്ധതികളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഡിസംബർ 12-ന് സ്റ്റഡ്ബാൻഡിന്റെ IS അംഗങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഉടൻ തന്നെ ജിഹാദ് ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സൈനികൻ എന്നാണ് യുവാവ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. യുവാവ് ജോലി ചെയ്തിരുന്ന ബർഗർ കിങ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിൽ ആക്രമണം നടത്താനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നതാണ് സൂചന. FBI പരിശോധനയിൽ യുവാവിന്റെ കട്ടിലിനടിയിൽ 2 കത്തികൾ, 2 ചുറ്റികകൾ എന്നിവ ഉൾപ്പെടെ ആയുധങ്ങൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അമുസ്ലിമുകൾ, LGBTQ വ്യക്തികൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ തുടങ്ങിയ ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കുറിപ്പുകളും പരിശോധനയിൽ കണ്ടെത്തി. ISുമായി ബന്ധപ്പെട്ട ടിക്ടോക്ക് വീഡിയോകളും യുവാവ് നിർമ്മിച്ചു. ഇതെല്ലാം പ്രതിയുടെ IS ബന്ധം സ്ഥിരീകരിക്കുന്നതാണ് എന്നാണ് FBI നിഗമനം. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.1 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 89.99 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.46 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.54 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്.
നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. തടിയന്റെവിടെ നസീർ ഉൾപ്പെടെയുള്ള തടവുകാർ ജയിലിൽ ഭീകരാക്രമണ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ 3 പേർക്കെതിരെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം നൽകി. പാരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോൺ എത്തിച്ച സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, ഒളിവിലുള്ള പ്രതി ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവർ ജൂലൈയിലാണ് അറസ്റ്റിലായത്. 9 പേർക്കെതിരെ നേരത്തെ കുറ്റപത്രം നൽകിയിരുന്നു. ജീവപര്യന്തം തടവിലുള്ള തടിയന്റെവിടെ നസീറിന് ജയിലിൽ സാമ്പത്തിക സഹായം നൽകിയത് അനീസ് ഫാത്തിമയാണെന്ന് NIA ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതികൾ തമ്മിലുള്ള ആശയവിനിമയത്തിനും വഴിയൊരുക്കി. ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ നസീറിനെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നാണ് ASI ചാൻ പാഷയുടെ പേരിലുള്ള കുറ്റം. 2023 NIA കേസ് ഏറ്റെടുത്തത്. പ്രതികളിൽ നിന്ന് ആയുധങ്ങളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു. പാകിസ്ഥാനെ മോശം അയൽക്കാരനെന്ന് വിശേഷിപ്പിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഭീകരതയ്ക്കെതിരെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മദ്രാസിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ തങ്ങളുടെ സുരക്ഷയും ദേശീയ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജയശങ്കർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയെ പ്രതിരോധിക്കാനും ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധീന കാശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനും ഇന്ത്യക്ക് സാധിച്ചു. നിങ്ങൾക്കും മോശം അയൽക്കാർ ഉണ്ടാകാം, നിർഭാഗ്യവശാൽ നമുക്കുമുണ്ട്. മോശം അയൽക്കാർ ഉള്ളപ്പോൾ ആ രാജ്യം മനഃപൂർവ്വമായി സ്ഥിരമായി പശ്ചാത്താപമില്ലാതെ ഭീകരവാദം തുടരുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും നമുക്കുണ്ട്. ആ അവകാശം നമ്മൾ വിനിയോഗിക്കുമെന്ന് ജയശങ്കർ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിർത്തിവെച്ച 1960 പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ചും ജയശങ്കർ സംസാരിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ജലം പങ്കിടൽ കരാറിൽ ഞങ്ങൾ പങ്കാളികളായിരുന്നു. എന്നാൽ പതിറ്റാണ്ടുകളായി ഭീകരവാദം തുടരുന്നതിനാൽ നല്ല അയൽപക്ക ബന്ധം നിലനിന്നിരുന്നില്ല. അയൽപക്ക ബന്ധം ഇല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളും ലഭിക്കില്ല. അതേസമയം ഇന്ത്യ വിവിധ തരത്തിലുള്ള നിരവധി അയൽക്കാരാൽ സമ്പന്നരാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKക്ക് മുന്നിൽ ആവശ്യങ്ങൾ വെച്ച് കോൺഗ്രസ് 38 സീറ്റ് നൽകണം, 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകണം എന്നിവയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. മന്ത്രിസ്ഥാനം തിരഞ്ഞെടുപ്പിന് മുൻപ് ഉറപ്പു നൽകണം. DMKക്ക് മാത്രം മന്ത്രിമാർ എന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നിലപാട്. MK സ്റ്റാലിനെ ആവശ്യങ്ങൾ അറിയിച്ചു. 2021 25 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 18 സീറ്റിൽ വിജയിച്ചിരുന്നു. ഘടകകക്ഷികൾക്ക് അധികാരത്തിന്റെ പങ്ക് നൽകുമെന്ന TVK അധ്യക്ഷൻ വിജയുടെ പ്രസ്താവന തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായിരുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ DMKക്ക് മന്ത്രിമാരെ നൽകാറുണ്ട് എന്ന് കോൺഗ്രസ് DMKയെ ഓർമ്മിപ്പിക്കുന്നു. 2011 DMKക്ക് കേവല ഭൂരിപക്ഷമില്ലാതിരുന്നപ്പോൾ പുറത്തുനിന്ന് പിന്തുണ നൽകിയതും കോൺഗ്രസ് ഓർമ്മിപ്പിച്ചു. ഇനി അധികാരത്തിൽ പങ്കുവേണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസിന്റെ ആവശ്യത്തോട് DMK പ്രതികരിച്ചിട്ടില്ല. പാർട്ടികൾ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകൂ എന്നാണ് DMK നേതാക്കളുടെ പ്രതികരണം. ഡിസംബറിൽ AICC അംഗം പ്രവീൺ ചക്രവർത്തി വിജയിയെ കണ്ടത് ചില അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു. കോൺഗ്രസ് TVK സഖ്യം രൂപീകരിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ പരന്നു. കന്യാകുമാരിയിലെ ഒരു ക്രിസ്മസ് പരിപാടിയിൽ TVK നേതാക്കളുമായി ചില കോൺഗ്രസ് നേതാക്കൾ വേദി പങ്കിട്ടു. അതിനിടെയാണ് ഘടകകക്ഷികളുമായി അധികാരം പങ്കിടുമെന്ന വിജയുടെ പരാമർശം. താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയും ചെയ്തു. അതിനിടെയാണ് DMKക്ക് മുന്നിൽ ആവശ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. IT നിയമങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ Xന് IT മന്ത്രാലയം നോട്ടീസ് അയച്ചു. ഗ്രോക്ക് ഉൾപ്പെടെയുള്ള AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യതയെ ബാധിക്കുന്ന അശ്ലീല നഗ്ന ദൃശ്യങ്ങളും വീഡിയോകളും പങ്കുവെക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും തടയണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. 72 മണിക്കൂറിനകം നടപടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. AI പ്ലാറ്റ്ഫോമിലൂടെ സ്വകാര്യതയുടെ ലംഘനം നടക്കുന്നതായി വ്യാപക പരാതി ഉയർന്നിരുന്നു. നിയമവിരുദ്ധമായ കണ്ടന്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് Xന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർദ്ദേശം ലംഘിക്കുന്ന അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യണം. ഇത്തരം കണ്ടന്റുകൾ ഉടനടി നീക്കം ചെയ്യണം. ശിവസേന MP പ്രിയങ്ക ചതുർവേദിയാണ് നടപടി ആവശ്യപ്പെട്ട് IT മന്ത്രാലയത്തെ സമീപിച്ചത്. സ്ത്രീ സുരക്ഷയ്ക്കായി നടപടി സ്വീകരിക്കണമെന്നതായിരുന്നു ആവശ്യം. X ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സ്ത്രീകളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ഗ്രോക്കിന്റെ AI ഫീച്ചർ ഉപയോഗിച്ച് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതായി അവർ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ LDF നേതാവും MLAയും മുൻ മന്ത്രിയുമായ ആന്റണി രാജു തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. ആന്റണി രാജുവും കോടതി ക്ലർക്കായിരുന്ന ജോസുമായിരുന്നു പ്രതികൾ. ഇവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിശ്വാസവഞ്ചന, ഗൂഢാലോചന വഞ്ചന, തെളിവ് നശിപ്പിക്കൽ, കള്ള തെളിവ് നിർമ്മിക്കൽ, പൊതുവായ ഉദ്ദേശത്തോടെ ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തുക, പൊതുസേവകന്റെ നിയമലംഘനം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയുടെ ബന്ധം അന്വേഷിക്കണമെന്ന് അടൂർ പ്രകാശ് MP.
ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഫോൺ വിളികൾ SIT അന്വേഷിക്കണം, ഫോൺ രേഖ പരിശോധിക്കണമെന്നും അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെന്റ് അംഗമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ നടക്കുന്ന ആളുണ്ടല്ലോ. പോറ്റി എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളിൽ കൂടി അന്വേഷണം നടത്തേണ്ടേ? പേര് പരാമർശിക്കാതെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് പ്രസാദം നൽകാനെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. ഇതിന് മുൻകൂർ അനുമതി വാങ്ങിയിരുന്നു. അനുമതി വാങ്ങിയത് താൻ അറിഞ്ഞിരുന്നില്ല. ഡൽഹിയിലെത്തി തലേ ദിവസം കൂടെ വരണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അഭ്യർത്ഥിച്ചെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ വന്നതിന് ശേഷമാണ് തനിക്ക് ഫോൺ ചെയ്യുന്നത്. അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. നാളെ സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. MP എന്ന നിലയിൽ താങ്കൾ കൂടി വരികയാണെങ്കിൽ നല്ലതാണെന്നും പറഞ്ഞു. ഇയാൾ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ളസംഘത്തിന്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കേസിൽ മറ്റന്നാൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കൂടുതൽ തെളിവ് തേടി SIT. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ശബരിമലയിൽ നടന്നത് വെറും സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അത് ആചാര ലംഘനവും ഈശ്വര നിന്ദയുമാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രഭാമണ്ഡലത്തിൽ നിന്നും വ്യാളി രൂപങ്ങളിൽ നിന്നും സ്വർണം അപഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തൽ തുടക്കം മുതൽ തങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും 4.5 കിലോ സ്വർണം കൊള്ളയടിക്കപ്പെട്ടതൊരു ഒറ്റപ്പെട്ട സംഭവമോ മുഖ്യമന്ത്രി അവകാശപ്പെട്ടതുപോലെ വെറുമൊരു വീഴ്ചയോ അല്ല. പ്രഭാമണ്ഡലം ശ്രീകോവിലിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് തൊടാനും സ്വർണം വേർതിരിച്ചെടുത്ത് പുറത്തേക്ക് കടത്താനും സർക്കാരിലെയും ദേവസ്വം ബോർഡിലെയും ഉന്നതരുടെ ഒത്താശയും സഹായവും കൂടാതെ ഒരിക്കലും സാധിക്കില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഇതും പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസിലെയും CPIMലെയും ഉന്നത നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും വിരൽ ചൂണ്ടുന്നത് പതിറ്റാണ്ടുകളായി ദേവസ്വം ബോർഡുകളെ നിയന്ത്രിച്ച UDF LDF സർക്കാരുകൾക്ക് ഈ കുറ്റകൃത്യങ്ങളിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ടായിരുന്നു എന്നതിലേക്കാണ്. പുണ്യക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനും കേന്ദ്രങ്ങളായും ദേവസ്വം ബോർഡുകളെ അഴിമതിക്കാരായ ദല്ലാൾമാരുടെ താവളങ്ങളായും മാറ്റിയത് ഇന്ത്യ സഖ്യ പങ്കാളികളായ CPIMും കോൺഗ്രസുമാണ്. കൊള്ളയ്ക്ക് കുടപിടിക്കുന്ന ഇതേ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ സത്യം ഒരിക്കലും പുറത്തുവരില്ല. അതിന് നിഷ്പക്ഷമായ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂർ വടക്കാഞ്ചേരിയിലെ കോഴ വിവാദത്തിൽ CPIM ജനപ്രതിനിധികൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. വിജിലൻസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാർഗറ്റ് പറഞ്ഞു. അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോഴ വിവാദത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. ആരാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്തണം. CPIMന്റെ MPമാർക്കും MLAമാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം. CPIM ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ ശബ്ദരേഖ പ്രധാന തെളിവാണ്. ജാഫർ നിഷേധിച്ച കാര്യം നിയമത്തിന്റെ പരിധിയിൽ തെളിയിക്കാനാവും. ഒരു വശത്ത് മുസ്തഫ ആണെന്ന് പറയുന്ന LDFകാർ ബാബുവും ജാഫറും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ച് മിണ്ടുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Under-15 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിന് വിജയ തുടക്കം. കരുത്തരായ മുംബൈയെ 8 വിക്കറ്റിനാണ് കേരളം മുട്ടുകുത്തിച്ചത്. 35 ഓവർ വീതമുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 119 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 27.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത മുംബൈക്ക് രണ്ടാം ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി. 5 റൺസ് എടുത്ത വേദിക നിക്കാമിനെ ജൊഹീന ചുക്കുപാൽ റൺഔട്ട് ആക്കുകയായി. തുടർന്ന് ക്യാപ്റ്റൻ റിയ ധാക്കൂറും സോനാക്ഷി സോളങ്കിയും ചേർന്ന് 37 റൺസ് കൂട്ടിച്ചേർത്തു. സോനാക്ഷി 25ഉം റിയ 18 റൺസ് എടുത്തു. എന്നാൽ ഇരുവരും അടുത്തടുത്ത ഓവറുകളിൽ പുറത്തായതോടെ മുംബൈയുടെ ബാറ്റിംഗ് പതറി. തുടർന്നെത്തിയവരിൽ 26 റൺസ് എടുത്ത മുദ്ര മാത്രമാണ് പിടിച്ചു നിന്നത്. കേരളത്തിന് വേണ്ടി വൈഗ, അഖിലേഷും ആര്യനന്ദയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുവർഷത്തിലെ UK-യിൽ രോഗികളുടെ എണ്ണത്തിൽ കുതിച്ചുകയറ്റം. കനത്ത പ്രതിസന്ധിയിൽ NHS ജീവനക്കാർക്കെതിരായ അതിക്രമങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിനിടെ വർദ്ധിച്ചത് 20%. നിലവിലെ രോഗികളുടെ സ്ഥിതി ആശങ്കാജനകം. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ രൂപീകരിച്ച പരിഷ്കരണങ്ങൾ പാളി. UK-യിൽ ചെറുബോട്ടുകളിൽ കഴിഞ്ഞ വർഷം ചാനൽ കടന്നെത്തിയത് 41,000 പേർ. 2022 റെക്കോർഡായ 45,774 ശേഷം രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന കണക്ക്. 2024 അപേക്ഷിച്ച് 13% വർധനയുണ്ടായെങ്കിലും കഴിഞ്ഞ 2 മാസങ്ങളിൽ കടന്നു വന്നവരുടെ എണ്ണത്തിൽ കുറവ്. കാനഡയിൽ വർക്ക് പെർമിറ്റുകൾ കാലഹരണപ്പെടും. 2025 അവസാനത്തോടെ ഏകദേശം 10.53 ലക്ഷം വർക്ക് പെർമിറ്റുകളും 2026 9.27 ലക്ഷം പെർമിറ്റുകളും കാലഹരണപ്പെടും. സർക്കാരിന്റെ നയമാറ്റത്തിൽ വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഇമിഗ്രേഷൻ കൺസൾട്ടന്റുമാർ. താൽക്കാലിക തൊഴിലാളികൾക്കും അന്തർദേശീയ വിദ്യാർത്ഥികൾക്കും വലിയ വെല്ലുവിളി. അമേരിക്കൻ ഗ്രീൻ കാർഡിന് കടമ്പകളേറെ. ഇരുട്ടടിയായി പുതിയ മാറ്റം. ഗ്രീൻ കാർഡ് അപേക്ഷകർക്കുള്ള വർക്ക് പെർമിറ്റ് കാലാവധി 18 മാസമായി വെട്ടിക്കുറഞ്ഞു.
അമേരിക്കൻ ഗ്രീൻ കാർഡ് ആഗ്രഹിക്കുന്നവർ കേവലം വിവാഹ രേഖകൾക്ക് പകരം തങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്ന് തെളിയിക്കുന്ന തെളിവുകൾ കൂടി ഹാജരാക്കണം. ജയിലിൽ ഭീകരാക്രമണ ഗൂഢാലോചന കേസിൽ തടിയന്റെ നസീർ ഉൾപ്പെടെ 3 പേർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം നൽകി. ജയിലിൽ മൊബൈൽ ഫോൺ എത്തിച്ച സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, ഒളിവിലുള്ള പ്രതി ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത്. തടിയന്റെ നസീറിന് ജയിലിൽ സാമ്പത്തിക സഹായം നൽകിയത് അനീസ് ഫാത്തിമയാണ് എന്ന് NIA. പാകിസ്ഥാനെ മോശം അയൽക്കാരനെന്ന് വിശേഷിപ്പിച്ച വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ പ്രതിരോധം തീർക്കുമെന്നും തങ്ങളുടെ സുരക്ഷയും ദേശീയ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യമന്ത്രി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിർത്തിവെച്ച പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടിയുടെ ഗുണം പാകിസ്ഥാൻ ഉടൻ ലഭിക്കില്ല. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ ആന്റണി രാജു തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞത് 19 വർഷങ്ങൾക്ക് ശേഷം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.